ആരും പറയാത്ത കാര്യങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും സ്വാഗതം. ആരും പറയാത്ത കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ഞാനിപ്പോൾ ഈ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ്റെ ദുഃഖങ്ങളുടെ അടിസ്ഥാന കാരണം കുടുംബങ്ങളാണെന്ന്. കുടുംബങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ടുള്ള കുടുംബങ്ങളെന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും മക്കളും. ഈ ഭാര്യയും ഭർത്താവും മക്കൾക്കും ഒരു പ്രശ്നമില്ലെങ്കിൽ ഓക്കെ, പക്ഷേ അത് പോസിബിളല്ല. എല്ലാ വീട്ടിലും അവരവരെ ഭാര്യയും ഭർത്താവും മക്കളും അവർക്ക് ഒരു പ്രശ്നമില്ലെങ്കിൽ അല്ലേ, ഒരു പ്രശ്നമില്ല. പക്ഷെ അത് സാധ്യമല്ല. അപ്പം അതെന്ന് പറഞ്ഞാൽ പക്ഷേ നമ്മുടെ ഇവിടെ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ കുടുംബമാണ് ഇവിടുത്തെ ആൾക്കാർക്ക് ഏറ്റവും വലിയൊരു സംഗതി അല്ലേ. മക്കള് വലുതാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ കല്യാണം കഴിപ്പിക്കുക എന്തിനാ? ഒരു ഭാര്യ ഭർത്താവും ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മക്കളുണ്ടാവണം. വെറുതെ ആയപ്പോരാ, മക്കളുണ്ടാവണം. ഈ മക്കളുണ്ടായിട്ട് മക്കളെ വളർത്തി അടുത്ത തലമുറ, അതാണ് ഇവിടുത്തെ ഉദ്ദേശിക്കുന്നത്, മനസ്സിലായേ? അപ്പം ഞാനുദ്ദേശിക്കണെന്ന് വെച്ചാൽ അങ്ങനെ ഈ മക്കളെ വളർത്തി ഉണ്ടാക്കണമെങ്കിൽ കുടുംബം വേണം. മക്കളെ വളർത്തി ശരിയാക്കി എടുക്കണമെങ്കിൽ കുടുംബം വേണം. അപ്പോൾ അതിന് ഭാര്യയും ഭർത്താവും ഒന്നിച്ച് നിന്നാലേ പറ്റുള്ളൂ മക്കളെ, അല്ലെങ്കിൽ ശരിയാവില്ല. ഇപ്പം അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും മതി, ആരെങ്കിലും. മിക്കവാറും അമ്മ വേണം, അച്ഛനില്ലെങ്കിൽ കുഴപ്പമില്ല. അമ്മയുടെ കെയർ ഉണ്ടെങ്കിൽ മതി, കുട്ടികൾ വളർത്താൻ അത് മതി. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുടുംബം വേണ്ടെന്ന് ഞാൻ പറയുന്നു. അതായത് ഭാര്യയും ഭർത്താവും വേണ്ട, കുട്ടികളെ വളർത്താൻ അമ്മ മാത്രം മതി. അതിന് സർക്കാർ പൈസ കൊടുത്തിട്ട് അമ്മക്ക് ശമ്പളം കൊടുത്തിട്ട് അമ്മയുടെ ജോലി എന്ന് പറഞ്ഞാൽ കുട്ടികളെ പ്രസവിച്ച് വളർത്തുക എന്നുള്ള. അതൊരു അവരുടെ ലൈഫ് സ്പാനിലല്ല, അവരുടെ റീപ്രൊഡക്റ്റീവ് ലൈഫിൽ പറ്റുന്ന ഏകദേശം ഒരു 35 വയസ്സിനുള്ളിൽ ഒരു 7 കുട്ടികൾക്ക് അവർ ജന്മം നൽകും. അവരെ വളർത്തി അപ്പോൾ സർക്കാർ അതിനുള്ള കാശ് കൊടുത്തോളണം. അപ്പോൾ എല്ലാവരും പ്രസവിക്കുകയും വേണ്ട, കല്യാണം കഴിക്കുകയും വേണ്ട, ആളുകൾ ജീവിച്ചോട്ടെ. ആളുകളിപ്പോൾ ഈ നമ്മുടെ ഇവിടെയെന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കണത് മക്കളെ ഉണ്ടാക്കി അവർ വളർത്താൻ വേണ്ടിയാ അല്ലേ? അതെ. അതിലുപരിയായിട്ട് വേറെ ബന്ധങ്ങളുണ്ട്. ഇപ്പൊ പ്രേമിക്കുന്നവർ മക്കളെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അവർ പ്രേമിക്കണം അല്ലേ? ഇപ്പൊ പ്രേമിക്കുന്നവർ നമുക്ക് പ്രേമിച്ചാലല്ലേ മക്കളുണ്ടാവുള്ളൂ എന്ന് പറയും. അതിനല്ല, അതവരുടെ ഇഷ്ടമാണ്. അവരൊന്നിച്ച് ജീവിച്ചു കഴിയുമ്പോഴാണ് ഇനി നമുക്ക് മക്കളാവും തോന്നണേ. അപ്പോൾ ഈ സ്ത്രീ പുരുഷ ബന്ധം എന്ന് പറഞ്ഞാൽ മക്കളുണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, അവർക്ക് അവരുടെ പ്രണയം എന്നൊരു സംഗതിയുണ്ട്. ആ പ്രണയത്തിന് ഏതായാലും പ്രണയം എല്ലാ ആൾക്കാർക്കും താല്പര്യമുള്ള വിഷയമാണ്. പ്രണയം മിക്കവാറും എല്ലാ ആൾക്കാർക്കും പ്രണയം താല്പര്യമുണ്ട്. പിന്നെ ചിലർക്കൊന്നും താല്പര്യമില്ലാത്തവരുണ്ട്. ഒരു 99% ആൾക്കാർക്കും ഇഷ്ടമുള്ള കാര്യമാണ് ഈ പ്രണയം. അപ്പോൾ അവരങ്ങനെ ജീവിച്ചോട്ടെ, അവർ മക്കൾ വേണമെന്നുള്ള പ്രശ്നമൊന്നും വേണ്ട. അപ്പോൾ അതാണ് ഞാൻ വേറെ ഞാൻ എഴുതിയ പുസ്തകത്തിലാണ്, ദുഃഖങ്ങളില്ലാത്ത ലോകം എന്നുള്ള പുസ്തകത്തിലാണ് ഞാൻ എൻ്റെ പോളിസി, എൻ്റെ നയം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് കുടുംബവും വേണ്ട, കുടുംബങ്ങൾ വരുമ്പോഴാണ് ദുഃഖങ്ങൾ വരുന്നത്. ഇപ്പോൾ ഞാൻ വെറ്റിനറി ഡോക്ടറായിട്ട് ആ കൂത്താട്ടോളം ഭാഗത്ത് ഒരു ആശുപത്രി പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ചായക്കടയിലത്തെ ഒരു പയ്യൻ വരും, കുഞ്ഞപ്പൻ എന്നോ എൻ്റെ പേര്. അവൻ കുഞ്ഞപ്പന് അവൻ മാത്രമേ ഉള്ളൂ, ഒറ്റ മോനാ. ഈ ചായക്കടക്കാരന് ചെറിയ ചായക്കടയിൽ റോഡരിയില്ല. ഇവൻ പക്ഷേ അവൻ്റെ അച്ഛനെ ഒന്നും സഹായിക്കാനൊന്നും പോവില്ല. അവൻ്റെ പണി എന്താ അറിയോ? പട്ടികളെ വളർത്തൽ. ഒരു 2-3 നല്ല ബ്രീഡ് പട്ടികൾ. അത് അവൻ എറണാകുളത്തു നിന്ന് വാങ്ങിക്കുന്നത്. അന്ന് ഈ കൂത്താട്ടുകുളത്തൊന്നും നല്ല പട്ടിയൊന്നും കിട്ടില്ല. എറണാകുളത്ത് ഈ ഡോഗ് ബ്രീഡേഴ്സിൻ്റെ കട, അവിടെ നിന്നൊക്കെ മേടിച്ചിട്ട് അവനവിടെ നിന്ന് ഒരു ജീപ്പ് വിളിച്ചാൽ വന്നത്. ഒരു ദിവസം ഞാൻ അവിടെ നിന്ന് അവൻ്റെ ജീപ്പിൽ കയറി ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇവൻ ജീപ്പ് വിളിച്ചിട്ട് ഇവിടുന്ന് പട്ടിയെ കൊണ്ടുപോയി അവിടെ നല്ല കാശ് കൊടുത്താൽ മേടിക്കണേ. അപ്പം ഇവൻ്റെ അച്ഛന് വലിയ സാമ്പത്തിക ശേഷി ഉണ്ടായിട്ടൊന്നും അല്ല, മകൻ്റെ താല്പര്യം കാശ് കൊടുക്കും പട്ടീനെ മേടിക്കാനൊക്കെ. എന്നിട്ട് എന്ത് പറ്റിയെന്നറിയാമോ? ഇവൻ ഒരു ദിവസം ഇതിൻ്റെ ഒരു പട്ടി ഒരു വണ്ടി മുട്ടി ചത്തുപോയി. റോഡരികയാണ്, വണ്ടി മുട്ടി ചത്തുപോയി. അതുകൊണ്ട് ഇവന് ഭയങ്കര പ്രയാസം. പിന്നെ
അവൻ എപ്പോഴും എൻ്റെ അടുത്ത് വരും, എന്തെങ്കിലുമൊക്കെ ഇത് പട്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മരുന്നിൻ്റെ കാര്യങ്ങൾ ചോദിച്ചിട്ട് ടോണിക്ക് എഴുതുക എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും വരും. അപ്പോൾ ഇവന് ഭയങ്കര പ്രയാസമായി. അത് കഴിഞ്ഞിട്ട് അത് പിന്നെ കുറച്ച് നോർമലായി. ആദ്യം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ പട്ടിയും ചത്തുപോയി, വണ്ടി പൊട്ടി ചത്തുപോയി. അതുകൂടി അവൻ വല്ലാത്ത എന്താ പറയുക ഒരു ഡിപ്രഷനായി. ഇവനെ പിന്നെ ഒരു എങ്ങാണ്ടൊക്കെ സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റിനൊക്കെ എടുക്കേണ്ടി വന്നു. കാരണം അവന് ഈ സങ്കടം സഹിക്കാൻ പറ്റണില്ല. അതൊക്കെ കഴിഞ്ഞ് അവന് ഓരോന്ന് നോർമലായി. എന്നിട്ട് അവൻ പിന്നെ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നപ്പോൾ അവൻ പറയണേ, അവൻ പറഞ്ഞ വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ല അതാണ് എനിക്ക് എന്നെ സ്ട്രൈക്ക് ചെയ്തത്. അവൻ പറയും ഞാനിനി പട്ടീനെ ഒന്നും വളർത്തണില്ല. ഈ പട്ടീനെ വളർത്തുമ്പോഴല്ലേ അത് ചത്തുപോകുന്നത്, അല്ലെങ്കിൽ ചത്തുപോകുമ്പോഴല്ലേ എനിക്ക് സങ്കടം വരുന്നത്. അവൻ പറഞ്ഞതാണ്, വളർത്തിയാലേ അത് വണ്ടി അടിച്ച് മരിക്കുക അല്ലെങ്കിൽ രോഗം വന്ന് അവൻ എനിക്ക് സങ്കടം വരുള്ളൂ. വളർത്തുന്നില്ല എന്താ അതാണ് എനിക്ക്. അപ്പം ഞാൻ പറയുന്നത് ഈ മക്കളെ വളർത്തി അവരെ നോക്കി നിൽക്കുമ്പോഴല്ലേ അവർക്ക് എന്തെങ്കിലും അപകടം വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം വന്ന് മരിച്ചു പോയി കഴിഞ്ഞാൽ അവരുടെ സങ്കടം. പണ്ടൊന്നും ഇന്നത്തെ പോലെയുള്ള ഒരു ദുഃഖങ്ങളൊന്നും പണ്ടില്ലായിരുന്നു. പണ്ട് 7 മക്കളുണ്ടാവും, ശരാശരി 7 മക്കളാണ് പണ്ടൊക്കെ. അപ്പോൾ ഒരെണ്ണമൊക്കെ 1-2 മരിച്ചു പോയ ആൾക്കാർക്കൊന്നുമില്ല. അത് വേറെ ഒരു പഠനമുണ്ടല്ലോ. മഴയാണ്, കുഴപ്പമില്ല. അല്ല ഇപ്പം അതല്ല. അവിടെ 2 കുട്ടികളുള്ളു. ഒരെണ്ണത്തിന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരുടെ സകല ബാലൻസും തെറ്റും അല്ലേ. അപ്പോൾ ഞാൻ ഈ എന്താ പറഞ്ഞ കുടുംബങ്ങളാണ് മനുഷ്യൻ്റെ ദുഃഖങ്ങളുടെ അടിസ്ഥാന കാരണം. ഈ കുടുംബങ്ങളെ നിലനിർത്തുന്നത് മതങ്ങളാണ്. മതങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതങ്ങൾക്കറിയാം. മതങ്ങൾ അറിഞ്ഞുകൊണ്ട് അറിയാതെയാണോ എന്ന് വേണേൽ പറയാൻ പറ്റില്ല. ഏതായാലും മതങ്ങൾ ഉദ്ദേശിക്കുന്നത് അതായത് മനുഷ്യൻ്റെ ദുഃഖങ്ങൾ ഒരു കാലത്ത് മാറരുത്. അപ്പോൾ ഈ മക്കളുണ്ടെങ്കിൽ അവരുടെ ദുഃഖങ്ങൾ മാറില്ല. അപ്പോൾ ഈ മതങ്ങളാണ് ഈ എന്താ പറയുക മനുഷ്യൻ്റെ ദുഃഖങ്ങളുടെ ഈ മനുഷ്യൻ്റെ കുടുംബങ്ങളാക്കുന്നത്. ഇന്നലെ ഒരു ഊബർ ടാക്സിയിൽ വരുമ്പോഴേക്കും ഒരാൾ, നോർമലി ഡ്രൈവർമാരൊന്നും എന്നോട് അങ്ങനെ സംസാരിക്കാറൊന്നുമില്ല. ഇന്നലെ അയാളെന്തോ എന്നോട് ഓർത്ത് എവിടെ ജോലി ചെയ്യായിരുന്നു എന്തായിരുന്നു ചോദിച്ച്. എന്നിട്ടാണ് പെട്ടെന്ന് ചോദിക്കണേ, ഈ സ്ത്രീധന സമ്പ്രദായം മാറ്റാൻ വല്ല മാർഗം ഉണ്ടാന്ന് ചോദിച്ചു. എന്താ അയാൾ ചോദിച്ചാൽ സ്ത്രീധന സമ്പ്രദായം മാറ്റാൻ വല്ല മാർഗമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ സ്ത്രീധന സമ്പ്രദായം മാറ്റണമെങ്കിൽ ഈ കല്യാണം കഴിക്കുന്നത് ഒരു ആണും പെണ്ണും അല്ലെ ഒരു ചെറുക്കനും പെണ്ണും അവർ ഫ്രീ ആയിട്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവരാരുടെയും പ്രേരണ ഇല്ലാണ്ട് കല്യാണം കഴിച്ചാൽ സ്ത്രീധനമൊന്നും ഉണ്ടാവില്ല. മനസ്സിലെ ഇവിടെ അവർ വെറുതെ എന്താ പറഞ്ഞ ഈ അച്ഛനമ്മമാരാണ് വിവാഹം നടത്തുന്നത്. വിവാഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അച്ഛനമ്മമാരെ തീരുമാനിക്കുന്നത്. അവർ ആളെ കൊണ്ട് ജാതിയും മതവും നിറവും ജാതിയും ഇതൊക്കെ എത്ര കാശ് കിട്ടും പണവും ഇതൊക്കെ നോക്കിയിട്ട് അവരാണ് ആദ്യം തീരുമാനിക്കുന്നത് അല്ലേ. അപ്പം ഞാൻ പറഞ്ഞു പാരൻസ് ഈ വിവാഹം നിശ്ചയിക്കുന്നതിൽ പാരൻസ് ഉള്ളിടത്തോളം കാലം സ്ത്രീധന സമ്പ്രദായം ഒന്നും മാറാൻ പോകില്ല. മനസ്സിലായില്ലേ? അപ്പം അതുപോട്ടെ. അപ്പം ഞാൻ പറയണേ ഈ എല്ലാത്തിൻ്റെ കാരണം ഈ കുടുംബങ്ങളാണെന്ന് ഞാൻ പറഞ്ഞത്. മിക്കവാറും എല്ലാ പ്രശ്നങ്ങളുടെ കാരണം കുടുംബങ്ങളാണ്. അപ്പം ഈ കുടുംബങ്ങൾ വാസം പറഞ്ഞാൽ കാർൽ മാർക്സ് വലിയൊരു പ്രത്യയശാസ്ത്രമാണ്. മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടി കാർൽ മാർക്സ് കൊണ്ടുവന്ന ഒരു പ്രത്യയശാസ്ത്രം കമ്മ്യൂണിസം. വാസം പറഞ്ഞാൽ ഒരു നമ്മുടെ അടുത്ത കുറേ സമീപ കാലഘട്ടത്തിൽ, അതായത് കുറച്ച് ഏതാനും നൂറ്റാണ്ടുകൾ 1-2 നൂറ്റാണ്ടുകൾ ആ കാലഘട്ടത്തിൽ അതിനുശേഷം വന്നിരിക്കുന്ന ഒരു ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ കമ്മ്യൂണിസം എന്നുള്ളത്. ലോകത്തിൽ ഇപ്പം അതിൻ്റെ ഭാഗമായിട്ട് റഷ്യയിൽ കമ്മ്യൂണിസം വന്ന്, ചൈനയിൽ വന്ന്, വേറെ ഒരുപാട് രാജ്യങ്ങളിൽ കമ്മ്യൂണിസം വന്ന്. അപ്പം അത് വാസം പറഞ്ഞാൽ അതിനു മുമ്പ് ആരും ഒന്നും പറയാത്ത കാര്യമാണ് ഈ കാർൽ മാർക്സ് പറഞ്ഞത്. അതാണ് ഈ ആരും പറയാത്ത കാര്യങ്ങൾ. കാർൽ മാർക്സും എംഗൽസും കൂടിയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അത് ചർച്ച ചെയ്ത് പുസ്തകമാക്കിയേക്കുന്നത്. അപ്പം അതിൽ ഈ മാർക്സും അതിൽ പറയുന്നത് പ്രധാനപ്പെട്ട അവർ മനുഷ്യൻ്റെ മാനവരാശിയുടെ പുരോഗതി, മാനവരാശിയുടെ പ്രശ്നങ്ങളില്ലാത്തൊരു ലോകം, അതാണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷേ ഈ ദുഃഖങ്ങളില്ലാത്തൊരു ലോകമൊന്നും അതിലൂടെയൊന്നും സാധ്യമല്ല അല്ലേ.
മാനവരാശിയുടെ പുരോഗതി ഈ കാറൽ മാർക്സ് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തത് തൊഴിലാളി വർഗ സർവാധിപത്യം എന്നാണ്. തൊഴിലാളി വർഗ സർവാധിപത്യം ആ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നിട്ട് ഈ അതിൻ്റെ ഭാഗമായിട്ട് തൊഴിലാളികളൊക്കെ ഇട്ട് കഷ്ടപ്പെടുത്തിയിരുന്നു. തൊഴിലാളികൾക്കൊന്നും നിസാര കൂലിയും കൊടുത്ത് മുതലാളിമാരും കാശ് മുഴുവൻ ഒടുക്കിയിരുന്നു. അങ്ങനെയാണ് ഈ കാറൽ മാർക്സിൻ്റെ കുറേ സിദ്ധാന്തങ്ങളൊക്കെ. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ഒരുപാട് ശരിക്കും ഒരു എക്കണോമിക് ആയിട്ടുള്ള കുറേ പോളിസികളാണ് ഈ ദാസ് ക്യാപിറ്റൽ പുസ്തകത്തിൽ. അതിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ പറയുന്ന കുറേയൊക്കെ ശരിയാ. ഇപ്പം ചൂഷണമാണ്. ഒരാളുടെ ചൂഷണം ചെയ്താണ് ഇവർ പണം ഉണ്ടാക്കുന്നത്. തൊഴിലാളികളുടെ അധ്വാനം ചൂഷണം ചെയ്തിട്ടാണ് മുതലാളി പണം ഉണ്ടാക്കുന്നത്. അതൊക്കെയാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മനുഷ്യൻ്റെ ദുഃഖങ്ങൾ മാറ്റാനുള്ള ഒന്നും കാറൽ മാർക്സിന് നിർദ്ദേശിക്കാൻ പറ്റില്ല. ജാതി വേണ്ട, മതം വേണ്ടെന്നൊക്കെ പുള്ളി പറഞ്ഞു. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് മനുഷ്യൻ്റെ ദുഃഖങ്ങൾ മാറ്റാനുള്ള നിർദ്ദേശമൊന്നും അതിനകത്തില്ല. ഈ കുട്ടികളെ രാഷ്ട്രത്തിൻ്റെ പൊതു സ്വത്താക്കണമെന്ന് കാറൽ മാർക്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അന്ന് കാറൽ മാർക്സിന് കുറേ പേര് കളിയാക്കി, എന്തിനാ കുട്ടികൾ മാത്രമായിട്ട് ഭാര്യമാരെയും കൂടി പൊതു സ്വത്താക്കാൻ പാടില്ല അല്ലേ? വാസ്തവം പറഞ്ഞാൽ ഭാര്യമാരെ കൂടി പൊതു സ്വത്താക്കിയിരുന്നെങ്കിൽ ഈ മനുഷ്യൻ്റെ ദുഃഖങ്ങൾ 99% മാറിയാനെ. അത് പുള്ളി ചെയ്തില്ല. അപ്പം എന്ത് പറ്റി? അപ്പം കുടുംബങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ലാണ്ട് നിന്ന്, ഓരോ ഭാര്യയും ഭർത്താവും മക്കളായിട്ട് നിന്ന് ഒരു മാറ്റവും. ഈ കുട്ടികളെ പൊതുസ്വത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെ പൊതുസ്വത്താകണേ? ഓരോ കുടുംബത്തിൽ വളരുന്ന കുട്ടികളെ പൊതുസ്വത്താക്കണമെങ്കിൽ. അപ്പം അതൊന്നും നടന്നില്ല. പിന്നെ എന്ത് പറ്റി? ഈ ഓരോ കുടുംബങ്ങളും അവരുടെ കാര്യം നോക്കി ജീവിച്ച്. അപ്പോൾ പിന്നെ കുറേ എന്താണ് ഈ മനുഷ്യർ കമ്മ്യൂണുകളായിട്ട് ജീവിക്കണമെന്നാണ്. അതാണ് കമ്മ്യൂണിസത്തിൻ്റെ പ്രിൻസിപ്പിൾ. അതായത് എല്ലാവരും കൂടെ ഒന്നിച്ച് ഷെയർ ചെയ്ത് എല്ലാം ജീവിക്കുക, പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നിച്ച് ജീവിക്കുക. അതാണ് കമ്മ്യൂണിസം. കമ്മ്യൂണുകളായിട്ട് ജീവിക്കുക എന്നുള്ളത്. നമ്മുടെ ഇന്ത്യയിലും EMS ഒക്കെ പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ട് ഡൽഹിയിലിരുന്നപ്പോൾ അവർ കുറേ പേരെ കൂടി കുറേ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ചേർന്നിട്ട് ഒരു കമ്മ്യൂൺ ഉണ്ടാക്കി അവിടെ ഡൽഹിയിൽ. 10-20-30 പേരും കൂടി എല്ലാവരും കൂടി ചേർന്ന് ഒറ്റ കിച്ചൺ എല്ലാവരും കൂടി ഒന്നിച്ച് പാകം ചെയ്യും. അതാണ് കമ്മ്യൂണിൻ്റെ പ്രിൻസിപ്പിൾ. അതാണ് എല്ലാവരും കൂടി സോഷ്യലിസം ഒരു തരം. അവസാനം എന്ത് പറ്റി? കുറേ കഴിഞ്ഞപ്പോൾ ഈ EMSൻ്റെ ഭാര്യ ഉണ്ടല്ലോ, എന്താണ് ഞാൻ പേര് മറന്നുപോയി, ഒരു അന്തർജനമാണ്. ഏതൊരു അന്തർജനമാണ്, ഞാൻ പേര് മറന്നുപോയി, മരിച്ചിട്ട് ഇപ്പോൾ 3 വർഷം. അപ്പോൾ അന്തർജനം ഭാര്യ പറഞ്ഞെന്നറിയോ? കമ്മ്യൂണുകൾ വന്ന് പറഞ്ഞ ഇപ്പം ഇവിടെയൊക്കെ ഇപ്പം കമ്മി ഊണാണെന്ന്. അതായത് അവിടെ കുറച്ച് ചോറ് വെക്കും, അവസാനം ആദ്യം വന്നവർക്ക് എടുത്ത് തിന്നും, അവസാനം വന്നവർക്ക് ഭക്ഷണം ഉണ്ടാവില്ല. അതാണ്. അപ്പം കമ്മ്യൂൺ വന്നതോടെ ഇപ്പം കമ്മി ഊണായെന്ന് മനസ്സിലായി. അപ്പോൾ അതിനെപ്പറ്റി ഒരു ബ്രീഫായിട്ട് അത്തരം പറഞ്ഞു. അപ്പോൾ ഈ കാറൽ മാർക്സിൻ്റെ കൊണ്ടൊന്നും മനുഷ്യൻ്റെ ദുഃഖങ്ങളൊന്നും പരിഹരിക്കാൻ പര്യാപ്തമായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം. അപ്പം ഞാൻ ഒരു കാറൽ മാർക്സ് ഒന്നും ആകാൻ പോകുന്നില്ല. പക്ഷേ എനിക്ക് എൻ്റെ അറിവ് വെച്ചിട്ട് ഞാൻ പറയുകയാണ്. എൻ്റെ അറിവ് വെച്ച് ഞാൻ പറയണത് ഈ കാറൽ മാർക്സ് പറഞ്ഞ അതുകൊണ്ടൊന്നും മനുഷ്യൻ്റെ ദുഃഖങ്ങളൊന്നും മാറാൻ പോകില്ല. മനുഷ്യൻ്റെ ദുഃഖങ്ങൾ മാറണമെങ്കിൽ ഈ കുടുംബങ്ങളില്ലാണ്ടാവും. മനസ്സിലായോ? അപ്പോൾ കുടുംബങ്ങളില്ലാതായാൽ മാത്രമേ ഉള്ളൂ മനുഷ്യൻ്റെ ദുഃഖങ്ങളില്ലാണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ദുഃഖങ്ങൾ ഒരു കാലത്തും മാറില്ല. കുറേ പേരൊക്കെ സന്തോഷമായിട്ട് ജീവിക്കും, കുറേ പേര് ഒരു ബഹുഭൂരിപക്ഷം സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്, ഒരു പ്രശ്നമില്ലാത്ത ബഹുഭൂരിപക്ഷം ജീവിക്കുന്നുണ്ട്. ഒരു ന്യൂനപക്ഷം കിടന്ന് വിഷമിക്കുന്നുണ്ട്, കഷ്ടപ്പാടുണ്ട്, ആത്മഹത്യകൾ, കൊലപാതകങ്ങൾ, കൂട്ടാത്മഹത്യകൾ, ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്, കുടുംബത്തിൻ്റെ ഭാഗമാണ്. ഒരു കുടുംബം എന്നുള്ള സിസ്റ്റം ഇല്ലെങ്കിൽ കൂട്ടാത്മഹത്യ ഇല്ല ഇവിടെ. മനസ്സിലായി? ഈ കൂട്ടാത്മഹത്യ വരുന്നത് ഒരു കുടുംബമാകുമ്പോഴാണ്. അവനൊറ്റക്കാണെങ്കിൽ അവനെവിടെയെങ്കിലും പോയിട്ട് ഒരു കപ്പലിൻ്റെ പുറത്ത് വിറ്റ് അവനെ ജീവിക്കാനുള്ള പൈസ കിട്ടും. പക്ഷെ ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ അവൻ്റെ സ്റ്റാറ്റസ് അനുസരിച്ചൊക്കെ ജീവിക്കണം. അവന് വഴി ഇപ്പോൾ തെണ്ടാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് ആത്മഹത്യ ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത്
കുടുംബമാണ് മനുഷ്യൻ്റെ ദുഃഖങ്ങളുടെ അടിസ്ഥാന കാരണം എന്ന്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ കുടുംബ വ്യവസ്ഥയുടെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ പോണേ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കും. നമസ്കാരം.